ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലെവൽ 60 ആയി കഴിയുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് വരും എന്ന് ടാങ്സാനോട് എന്ന പോലെ പറഞ്ഞ വോവിനെയാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വിളിച്ചത് കൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് വരുന്ന റോങ്ങിനെയാണ്. റോങ്ങിനെ അവന്റെ അടുത്തേക്ക് വിളിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നിനുമല്ല, അവന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ഓസ്കാർ ട്രെയിനിങ്ങിന് പോകാൻ പോവുകയാണ്. ദൊളോ കോണ്ടിനെന്റിന്റെ മാപ്പ് കാണിച്ചുകൊണ്ട് അതിലെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ പരീക്ഷണങ്ങളൊക്കെ ഞാൻ പാസ്സാവുകയാണെങ്കിൽ എന്റെ വിൽ പവറും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒരുപാട് വർദ്ധിക്കും. അവൻ തന്നെ വിട്ട് പോകാൻ പോവുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ റോങ്ങിന് ഒരുപാട് വിഷമമാകുന്നു. അവൾ കരയുന്നുണ്ട്. ഓസ്കാർ ആകട്ടെ ഇപ്പോൾ കടയൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ പൂവൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടുത്തെ പൂ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നീ സുന്ദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ പറിച്ച് അവൻ കരുതി വെച്ച പൂക്കൾ റോങ്ങിന് കൊടുക്കുന്നു. പക്ഷേ റോങ് അവനെ പോകാൻ അനുവദിക്കുന്നില്ല. അവൾ പറയുകയാണ്, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും, നീ എന്നെ വിട്ട് പോകില്ല എന്നൊക്കെ നീ വാക്ക് തന്നതല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ? നോക്കൂ, നീ ഒരു ജീനിയസ് ആണ്. എനിക്ക് വേണ്ടി, എന്റെ ഹാപ്പിനെസിന് വേണ്ടി നീ ഇങ്ങനെ മാറേണ്ട ഒരാവശ്യവുമില്ല. ഓസ്കാർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മാറുന്നതല്ല, യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിച്ചോടാനാകില്ലല്ലോ. ശരിയാണ്, വാങ്ഷെങ്ങിന്റെ ഒരു പ്ലാൻ ആയിരുന്നു നമ്മുടെ നേരെ ഉണ്ടായ അറ്റാക്ക്. പക്ഷേ അത് എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഒരു വാർ സോൾ മാസ്റ്ററിനെ നേരിടാവുന്ന തരത്തിൽ സ്ട്രോങ് ആയാൽ മാത്രമേ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ എല്ലാ പ്രതിബന്ധങ്ങളെയും ഒരുമിച്ച് നമുക്ക് നേരിടാനാവുകയുള്ളൂ. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിന്റെ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കുക. ആകുലതയോടെ കരഞ്ഞുകൊണ്ട് റോങ് അപ്പോൾ പറയുന്നുണ്ട്, നീ പോകാൻ പോകുന്ന നോർത്ത് മഞ്ഞു മൂടിയ ഒരു സ്ഥലമാണ്, അതേപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിന്റെ സേഫ്റ്റി നീ എങ്ങനെ ഉറപ്പുവരുത്തും? അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാമെന്നാണ് റോങ് പറയുന്നത്. എന്നാൽ ഓസ്കാർ അതിന് സമ്മതിക്കുന്നില്ല. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിന് മുമ്പുണ്ടായ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരുമിച്ചാണ് നേരിട്ടത്. പക്ഷേ അക്കാദമിയിൽ വെച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ടിരിക്കാൻ എന്നെ സഹായിക്കും. അവസാനം റോങ് പറയുകയാണ്, നീ ഉറച്ച തീരുമാനത്തിലാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ പിന്തിരിപ്പിക്കുന്നില്ല. പക്ഷേ നീ സേഫ് ആയിട്ട് തിരികെ വരണം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടില്ല. ഓസ്കാർ അപ്പോൾ ഞാൻ സേഫ് ആയിട്ട് തിരികെ വരും, അതുവരെയും എന്നെ കുറിച്ച് ഓർക്കണം, എന്നെ കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നു. അവൻ പോകുന്നതിന് മുമ്പ് ടാങ്സാന്റെ വെപ്പൺ കൂടി റോങ് അവന് കൊടുക്കുന്നുണ്ട്. അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും അവളെ ഓർക്കുന്നതിന് വേണ്ടിയുമായിരുന്നു അത് കൊടുത്തത്. ആദ്യം അവൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും റോങ് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അത് വാങ്ങി. അതിനുശേഷം ഓസ്കാറിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മാസ്റ്റർ ഗുറോങ്ങിനെയും റോങ്ങിന്റെ ഫാദറിനെയും ഒക്കെയാണ്. മാസ്റ്റർ ഗുറോങ് പറയുന്നുണ്ട്, അവന്റെ സോൾ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ട്രെയിൻ ചെയ്യാനാണ് അവൻ പോയിരിക്കുന്നതെന്ന്. അത് മാത്രമല്ല, അവന്റെ വസ്ത്രവും ആയുധങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഗ്രാൻഡ് അപ്പോൾ പറയുന്നുണ്ട്, റോങ് ഒരുപാട് സാഡ് ആയിട്ടുണ്ടാകുമല്ലോ. ഇതെല്ലാം കേട്ടിട്ട് റോങ്ങിന്റെ ഫാദറിന് പോലും വിഷമമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്കാറിന്റെ ഡ്രസ്സ് കൈകളിൽ എടുത്തിട്ട് അയാൾ പറയുകയാണ്, എന്തായാലും അവൻ തിരികെ വരും. തിരികെ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് അവന് കൊടുക്കും. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയാണ്. അവൻ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മത്സരങ്ങളും അനായാസം വിജയിച്ച് 99ാമത്തെ മത്സരവും അവൻ വിജയിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിരോധമൊന്നും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഹുലീന അതെല്ലാം ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം കിങ് അസുര എന്ന് ഒരേ സ്വരത്തിൽ ആർപ്പ് വിളിക്കുന്നു. ടാങ്സാനെ ഗൈഡ് ചെയ്ത സ്ത്രീ ആകട്ടെ ഇതേ സമയം പറയുന്നുണ്ട്, അവന്റെ 99ാമത്തെ വിജയമാണിതെന്ന്. ഇതേ സമയം ഹുലീനയെ അവിടെ കാണുന്ന ടാങ്സാൻ ആത്മഹത്യം ചെയ്യുന്നുണ്ട്. അവൾ എന്റെ എല്ലാ മാച്ചും നിരീക്ഷിച്ചിരുന്നു, ഒരുപക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാകുമോ? അതിനുശേഷം അവൻ അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഹുലീനയാണ് അങ്ങോട്ട് വരുന്നത്. അതായത് അടുത്തത് ഹുലീനയുടെ മത്സരമാണ്. പതിവിന് വിപരീതമായിട്ട് ഇപ്രാവശ്യം ഹുലീനയുടെ മത്സരം ടാങ്സാൻ നിരീക്ഷിക്കുകയാണ്. പേഴ്സണൽ ഗൈഡും ഈ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ മത്സരങ്ങളൊന്നും കാണാത്തതാണല്ലോ എന്ന്. അതിനുശേഷം അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, നെതർ വേൾഡ് സിറ്റി സ്ഥാപിതമായതിനു ശേഷമുള്ള ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ നീയും ഇടം പിടിച്ചിരിക്കുന്നു. അടുത്തതാണ് അവസാനത്തേതും ഡിഫിക്കൽട്ടുമായിട്ടുള്ള ചലഞ്ച്, നരകത്തിന്റെ പാത മുറിച്ചു കടക്കുക എന്നത്. എന്നാൽ ടാങ്സാൻ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ്. ഈ ഒരു സംശയം തന്നെയായിരുന്നു എനിക്കും ഉണ്ടായത്. അത് വേറൊന്നുമല്ല, ഇത്രയും മത്സരം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവൻ ഹുലീനയെ നേരിടാഞ്ഞത് എന്നാണ് പേഴ്സണൽ ഗൈഡിനോട് അവൻ ചോദിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്ന ഉത്തരം വേറൊന്നുമല്ല, 50 മത്സരത്തിൽ കൂടുതൽ ജയിച്ചവരൊന്നും പരസ്പരം ഏറ്റുമുട്ടാറില്ല. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാനുള്ള ഒരു റൂള് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് ടാങ്സാൻ ചോദിക്കുകയാണ്, പക്ഷേ 50 മത്സരങ്ങൾ വിജയിക്കുന്നതിന് മുമ്പും ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയില്ലല്ലോ. അത് കേട്ട് പേഴ്സണൽ ഗൈഡ് പറയുകയാണ്, അത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചാനെ. എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കി ടാങ്സാൻ പറയുകയാണ്, നിങ്ങൾ എന്നോട് സത്യം പറയാൻ പോകുന്നില്ലല്ലേ? അത് കേട്ട് ആ സ്ത്രീ പറയുകയാണ്, ഞാൻ സത്യം പറയാൻ പോകുന്നില്ല എന്ന് നിനക്കറിയാമല്ലോ, അങ്ങനെയെങ്കിൽ ചോദിക്കാതിരിക്കുക. അപ്പോഴേക്കും ഹുലീനയും
ആ മത്സരത്തിൽ വിജയിച്ചിരുന്നു. അവളുടെയും 99ാമത്തെ മത്സരമായിരുന്നു. എല്ലാവരും അവളുടെ പേരും ആർത്തു വിളിക്കുന്നു. അവളെ എല്ലാവരും വിളിക്കുന്നത് എമിസറി ഓഫ് ഹെൽ എന്നാണ്. അതിനുശേഷം പുറത്തിറങ്ങി നടന്നു പോകുന്ന ടാങ്സാനെ കാണിക്കുന്നു. ഇപ്രാവശ്യവും അവന് ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. മുമ്പൊരിക്കൽ ഇതേപോലെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞത് അവൻ ഒരുപാട് ടയേർഡ് ആയതുകൊണ്ടാണ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടുത്തെ എയറിൽ പോലും പോയിസൺ ഉണ്ട് എന്ന് ടാങ്സാൻ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം അവന് ഇതേപോലെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. വേറെ മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല. കുറച്ചു നേരം മുമ്പ് വരെയും ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്നവനാണ് അതിലൂടെ നടന്നു പോയപ്പോൾ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. പക്ഷേ ഇവിടെ എന്റെ ചോദ്യം വേറൊന്നുമല്ല, വാട്ട് അബൌട്ട് അതേഴ്സ്? മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഇവിടെ ഇല്ലല്ലോ. ഹുലീന കുറച്ച് മാറി നെതർലാൻഡ് ഷോട്ടും കുടിച്ച് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡ് ഷോട്ടിൽ പോലും ഒരുപാട് പോയിസൺ അടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ടാങ്സാൻ പറഞ്ഞിരുന്നു. അപ്പോ അത്രയൊക്കെ വിഷം ഉള്ളിൽ ചെല്ലുന്ന ഹുലീനയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് വഴി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ കമന്റ് സെക്ഷനിൽ ഒരു ഇന്ററാക്ഷൻ തന്നെ ഉണ്ടാകും. മറ്റുള്ളവർക്കും അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. ആദ്യം കാണുന്നവർ തന്നെ കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക. ടാങ്സാൻ ആകട്ടെ ആ ഒരു അസ്വസ്ഥത മൂലം അവന്റെ ഹാമർ പുറത്തെടുത്തിരുന്നു. മറ്റുള്ളവരാകട്ടെ ഇപ്രാവശ്യം അവനെ അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല. ചിലർ പേടിച്ചോടി, ചിലർ അവന് വഴിമാറിക്കൊടുത്തു. ശേഷം അസ്വസ്ഥത കൂടി ഹാമർ പോലും അവിടെ ഉപേക്ഷിച്ചാണ് ടാങ്സാൻ ഓടിപ്പോകുന്നത്. ഹുലീന അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. സ്റ്റാർ ദുവോ ഫോറസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മാർഷൽ സോൾഹാളിന്റെ ഒരുപാട് ആളുകൾ മരിച്ചിരിക്കുന്നു. അവശേഷിച്ചവരാകട്ടെ ഇങ്ങനെ പറയുന്നു, വളരെ വിചിത്രകരമായിട്ടുള്ള രീതിയിലാണ് ഈ സോൾ ബീസ്റ്റുകൾ പെരുമാറുന്നത്. നമുക്ക് ഉടനെ തന്നെ പിന്മാറുന്നതായിരിക്കും നല്ലത്. ശേഷം അവർ പിൻവലിയാനുള്ള സിഗ്നൽ വിടുന്നു. വീണ്ടും നെതർവേൾഡ് സിറ്റി കാണിക്കുന്നു. അവിടെ ഒരു സ്ത്രീ അവളുടെ എന്തോ ഒരു സാധനം ഒരു കുട്ടി എടുത്തു എന്ന് പറഞ്ഞ് വാളുമായിട്ട് അവനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അത് തിരികെ തന്നില്ലെങ്കിൽ അവനെ കൊത്തി നുറുക്കും എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ടാങ്സാൻ അങ്ങോട്ട് വരുന്നു. ടാങ്സാനെ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച ആ സ്ത്രീ അവിടുന്ന് ഓടിപ്പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് കത്തി കൊണ്ട് ടാങ്സാനെ ആ കുട്ടി കുത്തുന്നത്. ഹൃദയത്തിൽ തന്നെയായിരുന്നു കുത്തേറ്റത്. ടാങ്സാന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. മുഷ്ടി ചുരുട്ടി അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. വൂവിനും ടാങ്സാൻ ഇപ്പോൾ അപകടത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വൂ ടാങ്സാന്റെ പേര് പലതവണ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടാങ്സാൻ അവന്റെ സുബോധം തിരിച്ചു കിട്ടുകയും ആ കുട്ടിയോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. ശേഷം കത്തി വലിച്ചൂരി ടാങ്സാൻ പുറകോട്ട് പോയതാണ്. പക്ഷെ ആ കുട്ടിയാകട്ടെ വീണ്ടും ടാങ്സാനെ കുത്താൻ വേണ്ടി വരുന്നു. എന്നാൽ അപ്പോഴേക്കും ഹുലീന അവിടെ എത്തി ആ കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിനക്ക് മരിക്കണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ ടാങ്സാൻ അവളെ തടഞ്ഞുകൊണ്ട് അവനെ ഒന്നും ചെയ്യരുത്, അവൻ കുട്ടിയാണ് എന്ന് പറയുന്നു. അത് കേട്ട് പുച്ഛത്തോടെ ഹുലീന പറയുകയാണ്, കിങ് അസുര തന്നെയാണോ ഇത് പറയുന്നത്? നെതർവേൾഡിൽ അങ്ങനെ കുട്ടിയൊന്നുമില്ല. എല്ലാവരും ശത്രുക്കളാണ്. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ നിലനിൽക്കാനാവുകയുള്ളൂ. എല്ലാവരും സർവൈവ് ചെയ്താണ് ജീവിക്കേണ്ടത്. ഇവിടെ ജനിച്ചു പോയത് തന്നെ ഇവന്റെ തെറ്റാണ്. എന്നാൽ ടാങ്സാൻ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ ജനിച്ചത് ഇവന്റെ തെറ്റല്ല. നീ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളതല്ല ഈ ലോകം, വീക്ക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് ഈ ലോകം. എല്ലാവരും സർവൈവ് ചെയ്താണ് ജീവിക്കുന്നത്. വീക്ക് ആയിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സർവൈവ് ചെയ്താണ് ജീവിക്കുന്നത്. രണ്ടുപേരുടെയും പാതകൾ വ്യത്യസ്തമാണ്. ഒരു ദിവസം ഇവരെ എല്ലാവരെയും ഞാൻ ഇവിടെ നിന്ന് മോചിപ്പിക്കും. ആ വാക്കുകളെല്ലാം ഹുലീനയ്ക്ക് പുതിയതായിരുന്നു. കാരണം ബിബി ഡോങ് അവളെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ലോകം എന്നാണ് ബിബി ഡോങ് അവളെ പഠിപ്പിച്ചത്. ഫൈറ്റിനിടയ്ക്ക് കുറെ ആളുകളെ കൊന്നതുകൊണ്ടാണ് ഹുലീനയെ ബിബി ഡോങ് തെരഞ്ഞെടുത്തത്. ആ ഒരു ഫൈറ്റും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്സാന്റെ വാക്കുകൾ ശരിക്കും അവളെ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവളുടെ കൺട്രോൾ പോകുന്നു. ബിബി ഡോങ്ങിന്റെ വാക്കുകൾ തന്നെ അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണ് ഈ ലോകം, വീക്ക് ആയിട്ടുള്ളവർക്ക് ജീവിക്കാൻ അനുവാദമില്ല എന്നുള്ള വാക്കുകൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിയെടുത്ത് ആ കുട്ടിയെ കൊല്ലാൻ ഒരുങ്ങുന്നു. എന്നാൽ ടാങ്സാൻ അവളെ തടയുകയാണ്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആ കുട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം ടാങ്സാൻ ഹുലീനയോട് പറയുകയാണ്, നിന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊലവെറി മാത്രമാണ്. അവസാനം കുറച്ച് കഴിഞ്ഞാണ് ഹുലീനയ്ക്ക് അവളുടെ കൺട്രോൾ തിരികെ കിട്ടുന്നത്. നെതർവേൾഡ് സിറ്റിയിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണ്. നെതർവേൾഡ് സിറ്റിയുടെ പുറത്ത് വെച്ചും അവൾ ദുഷ്ടയായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചുമുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഈ സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇവിടെ ദുഷ്ടരല്ല, പക്ഷേ അവരെ ദുഷ്ടരാക്കി തീർക്കുന്നതാണ്. ഈവൻ ബിബി ഡോങ് പോലും നല്ലൊരു വ്യക്തിയായിരുന്നു. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സുബോധം തിരികെ കിട്ടിയതിനു ശേഷം വിഷമത്തോടെ ഹുലീന ആലോചിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും ഈ കുട്ടിയെ പോലെ രണ്ടാമതൊരു അവസരം കിട്ടാൻ ഭാഗ്യമുള്ളവരല്ല. ചിലപ്പോൾ അവളെ കുറിച്ച് തന്നെയായിരിക്കാം അവൾ ഇത് പറഞ്ഞത്. ഒരു പക്ഷേ നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന് ഹുലീനയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ബിബി ഡോങ് കാരണമായിരിക്കാം അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ കാണിക്കുന്നത് മാർഷൽ സോൾഹാൾ മൂലം അപകടത്തിലായിട്ടുള്ള കുറുക്കൻ കുഞ്ഞുമായിട്ട് എർമിങ് വൂവിന്റെ അടുത്തേക്ക് വരുന്നതാണ്. മാർഷൽ സോൾഹാളിന്റെ ദുഷ്ടപ്രവൃത്തികളെ പറ്റിയൊക്കെ കേട്ട് കഴിയുമ്പോൾ വൂ അവരോട് പ്രതികാരം ചെയ്യുമെന്നൊക്കെ ശപഥം ചെയ്യുന്നു. അതിനുശേഷം എർമിങ്ങും ഡാമിങ്ങും ഒക്കെ ആ കുറുക്കൻ കുഞ്ഞിനെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വൂ തന്നെ അതിനെ ഹീല്
ചെയ്യാനിരിക്കുന്നു. എന്നാൽ ഡാമിങ് പറയുന്നുണ്ട് നിന്റെ സോൾ റിങ് കൺവേർഷൻ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഒരുപാട് സോൾ പവർ നിനക്ക് അത്യാവശ്യമാണ്. അതിനെ ഹീല് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഒരുപാട് സോൾ പവർ നഷ്ടമാകും. എന്നാൽ ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അതൊരിക്കൽ എന്നെ രക്ഷിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വു അവളുടെ ഒരുപാട് ശക്തി ഉപയോഗിച്ച് അതിനെ ഹീല് ചെയ്യുന്നു. പക്ഷേ ഡാമിങ് പറഞ്ഞതുപോലെ അപ്പോഴേക്കും വു ടയർഡ് ആയി പോയിരുന്നു. ഡാമിങ് ഇതേ സമയം പറയുന്നുണ്ട് മാർഷൽ സോൾ ഹാളിന്റെ ഈ പ്രവൃത്തി മൂലം ഒരുപാട് സോൾ ബീസ്റ്റുകളെയാണ് അവർ ഉണർത്തിയിരിക്കുന്നത്. വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. വു അപ്പോൾ പറയുന്നുണ്ട് മാർഷൽ സോൾ ഹാളിന്റെ പ്രവർത്തികൾ അതിര് കവിയുന്നുണ്ട്. എനിക്ക് അവരോട് ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ ആ വലിയ ദുരന്തം, അതായത് സോൾ ബീസ്റ്റുകളുടെ റാംപേജ് എന്നറിയപ്പെടുന്ന ആ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് അത് തടയാനാകില്ല എന്നൊക്കെ അവൾ പറയുന്നു. എങ്കിലും ഇപ്പോൾ തന്നെ സോൾ റിങ് കൺവേർഷൻ നടത്തണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ അവിടം വിട്ട് പോകാനാണ് അവൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഡാമിങ് പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ നിനക്ക് സോൾ റിങ് കൺവേർഷൻ നടത്താനാകില്ല. വലിയൊരു എമൗണ്ട് സോൾ പവർ ആണ് ഇപ്പോൾ ഈ ഒരു മൃഗത്തെ ഹീല് ചെയ്യാൻ വേണ്ടി നീ പ്രയോഗിച്ചത്. അതുകൊണ്ട് ബോഡി ഹീൽ ആയതിനു ശേഷം സോൾ റിങ് കൺവേർഷൻ തുടങ്ങിയാൽ മതി. എർമിങ് അവളെ ഹീല് ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത ദിവസം സോൾ റിങ് കൺവേർഷൻ തുടങ്ങിയാൽ മതി എന്ന് പറയുന്നു. ആദ്യം അതിനെതിരെ നിന്നെങ്കിലും പിന്നീട് വു അത് സമ്മതിക്കുകയുണ്ടായി. ബിബി ഡോങ് ആകട്ടെ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരുന്നത് കൊണ്ട് തന്നെ മാർഷൽ സോൾ ഹാളിലെ ആളുകളെ നല്ല രീതിയിൽ പണിഷ് ചെയ്യുന്നു. അത് മാത്രമല്ല അവരുടെ റോങ് ആയിട്ടുള്ള പ്രവർത്തികൾ മൂലം കാട്ടിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി, ഒരുപാട് മൃഗങ്ങളെ എല്ലാം ഉണർത്തി എന്ന കാര്യവും ബിബി ഡോങ് അറിഞ്ഞു. പക്ഷേ ലേറ്റ് ആയിട്ടായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ പേരിലാണ് പ്രധാനമായിട്ടും അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്നത്. അത് മാത്രമല്ല ഇക്കാര്യം ആരും അറിയരുത് എന്നും പറയുന്നുണ്ട്, പ്രധാനമായിട്ടും എൽഡർ ഹാള്. അപ്പോഴേക്കും യൂഷി അങ്ങോട്ട് വരുന്നു. യൂഷി അങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട്. ഫോറസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയോ അറിഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ എത്തിയിരിക്കുന്നത്. ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും വളരെ പവർഫുൾ ആയിട്ടുള്ള സോൾ ബീസ്റ്റുകളാണ് ഉള്ളത്. അതിര് കടന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരിക്കും നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമ്മളൊന്നും ഇമാജിൻ ചെയ്യാത്ത അത്രയും പവർഫുൾ ആണ് ആ ഫോറസ്റ്റ്. നിന്റെ ഈ പ്രവൃത്തി മൂലം ഈ ഭൂഖണ്ഡം തന്നെ ഇല്ലാതായാൽ പോലും അതിശയിക്കാനില്ല. ഈ ഒരു വിപത്തിനെ കുറിച്ച് ഇത്രമാത്രം പേടിയോടെ യൂഷിയും വൂയും ഡാമിങ്ങും എർമിങ്ങും ഒക്കെ സംസാരിച്ചെങ്കിൽ അത്രമാത്രം വലിയ ദുരന്തമായിരിക്കും അത്. എന്നാൽ യൂഷി അതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവനെ വില കൊടുക്കാത്ത രീതിയിൽ അതൊന്നും ബിബി ഡോങ് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ചായ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവൾ സംസാരിക്കുന്നത്. യൂഷി ആകട്ടെ അവർ ഓഫർ ചെയ്ത ചായയൊന്നും കുടിക്കാൻ തയ്യാറായില്ല. യൂഷി ആകട്ടെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മാർഷൽ സോൾ ഹാളും ഇല്ലാതാകും. ബിബി ഡോങ് അപ്പോൾ പറയുകയാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്, നീ പറഞ്ഞ വലിയ ദുരന്തമൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ റാബിറ്റിനെ ഞങ്ങൾക്ക് വിട്ടുതാ. പൂവിനെ കുറിച്ചാണ് പറയുന്നത്. അത് കേട്ട് യൂഷിക്ക് ശരിക്കും ദേഷ്യമാകുന്നു. ബിബി ഡോങ് ആകട്ടെ അതിനുശേഷം ചോദിക്കുകയാണ് നീ ഇത് ആവശ്യപ്പെടുന്നത് പഴയ യൂഷി ആയിട്ടാണോ അല്ലെങ്കിൽ എൽഡർ യൂഷി ആയിട്ടാണോ? അത് കേട്ട് കഴിയുമ്പോൾ യൂഷിക്ക് പെട്ടെന്ന് ഉത്തരം പറയാനാകുന്നില്ല. ബിബി ഡോങ്ങിന്റെയും കണ്ണുകൾ അല്പം നിറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ കാണിക്കുന്നത് അവരുടെ പാസ്റ്റ് ആണ്. അന്നൊക്കെ രണ്ടുപേരും നല്ല അടുപ്പത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ ഓർക്കുന്ന സംഭവം വേറൊന്നുമല്ല, ബിബി ഡോങ് നിർബന്ധപൂർവ്വം ഒരു ജീവിയുടെ സോൾ റിങ് ആർജിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ ശരീരത്തിന് അത് ആപത്തായിരുന്നു. എന്നിട്ടും അവൾ അത് ചെയ്യുമ്പോൾ യൂഷി ഓടി അവിടെ എത്തി അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അവൾ അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യൂഷി അയാളുടെ തന്നെ ശക്തി ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യുകയും അതിൽ നിന്ന് അവളെ തടയുകയും ചെയ്തു. പക്ഷേ അതിന്റെ ആഘാതം മൂലം യൂഷി തെറിച്ചു പോയി വീണ് ചോര തുപ്പിയിരുന്നു. ആ സമയത്തൊക്കെ യൂഷിയെ അവൾ ഒരുപാട് കെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഓടി യൂഷിയുടെ അടുത്തെത്തി നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂഷി ആകട്ടെ അവളോട് പറയുകയാണ് എന്തിനാണ് അപകടകരമായിട്ടുള്ള തരത്തിൽ ഇങ്ങനെ സോൾ റിങ് ഒക്കെ ആർജിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ബിബി ഡോങ് ഇങ്ങനെ ചോദിച്ചിരുന്നു, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് പറ്റിയ സോൾ റിങ് ആണ് ഇതെന്ന്? യൂഷി പറയുകയാണ് ശരിയാണ്, നിനക്ക് പറ്റിയ സോൾ റിങ് തന്നെയാണ് ഇത്. പക്ഷേ നിന്റെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നിനക്ക് ഇപ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. നിന്റെ ലെവല് 90 എങ്കിലും ആകണം. അത് കേട്ട് അവളൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. യൂഷി അപ്പോൾ ദേഷ്യത്തോടെ എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ് നീ അപ്പോൾ എന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നുണ്ടല്ലേ, എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലേ? അത് കേട്ട് യൂഷി ഒന്ന് പരുങ്ങുന്നുണ്ട്. അവൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ നിന്നെ കുറിച്ച് ഓർത്തൊന്നും ആകുലപ്പെടുന്നില്ല. ബിബി ഡോങ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചോര തുടക്കാൻ വേണ്ടി അവളുടെ ടവല് കൊടുക്കുന്നു. ബിബി ഡോങ് അതിനുശേഷം തുടർന്ന് പറയുകയാണ് എന്റെ 8ാമത്തെ സോൾ റിങ് ആയിരുന്നു ഇത് കൂടി ആർജിച്ച് വളരെ സ്ട്രോങ് ആകാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ട്വിൻ മാർഷൽ സോൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അതെല്ലാം യൂസ്ലെസ് ആണ്. അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് യൂഷി പറയുകയാണ് ആര് പറഞ്ഞു അതൊക്കെ യൂസ്ലെസ് ആണെന്ന്? തീർച്ചയായും നീ പവർഫുൾ ആയി തീരും. നീ ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നിനക്ക് സോൾ റിങ് ആർജിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അത് കേട്ട് ബിബി ഡോങ്ങിന് ഒരുപാട് സന്തോഷമാകുന്നു. ബിബി ഡോങ് അതിനുശേഷം പറയുകയാണ് ഈ കോണ്ടിനെന്റിൽ നിന്നെക്കാളും നോളജ് ഉള്ള ഒരു സോൾ മാസ്റ്ററും ഉണ്ടാകില്ല. അത് കേട്ട് യൂഷി അഹങ്കരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല, നീ മിണ്ടാതിരിക്കൂ. അത് കേട്ട് ബിബി ഡോങ്
ബീബിഡോങ് പറയുകയാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. നിന്റെ ക്ലാനിലുള്ളവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് നിന്നെ ഉപേക്ഷിക്കാൻ തോന്നിയത്. അതിനുശേഷം അവർ അവിടെയുള്ള ലാൻഡേൺ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ബീബിഡോങ്ങിന് അതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. യൂഷി ആകട്ടെ അപ്പോഴും ഏതോ ഒരു ബുക്ക് നോക്കി അത് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബീബിഡോങ് ആ ഫെസ്റ്റിവലിനെ പറ്റിയൊക്കെ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ബീബിഡോങ് ഒളിച്ചു നിൽക്കുന്നു. അതിനുശേഷം ആ ബുക്ക് ഇഷ്ടപ്പെട്ട് അത് കടക്കാരനോട് പാക്ക് ചെയ്യാൻ പറഞ്ഞ് ആ ബുക്കിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി ബീബിഡോങ്ങിനെ നോക്കുമ്പോഴാണ് ബീബിഡോങ്ങിനെ കാണാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുക്ക് വേണ്ട എന്ന് വെച്ച് ടെൻഷനോടെ അവൻ ബീബിഡോങ്ങിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതെല്ലാം ബീബിഡോങ് ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് അവന്റെ മുമ്പിലേക്ക് ബീബിഡോങ് പ്രത്യക്ഷമാകുന്നത്. ആകുലതയോടെയും ദേഷ്യത്തോടെയും യൂഷി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിലോ? ഞാൻ എത്രയധികം ടെൻഷൻ അടിച്ചു എന്നറിയാമോ? ബീബിഡോങ് അപ്പോൾ പറയുകയാണ്, എന്നെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. യൂഷി അപ്പോൾ പറയുകയാണ്, ശരി ശരി, ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞാൻ ക്ഷമാപണം നടത്തുന്നു. ബീബിഡോങ് അപ്പോൾ ആ ക്ഷമാപണം സ്വീകരിക്കുന്നു. അത്രമാത്രം അവളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടതുകൊണ്ടും ടെൻഷൻ അടിച്ചതുകൊണ്ടും മാത്രമാണ് ക്ഷമാപണം സ്വീകരിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് ഇരുന്നാണ് അവർ സംസാരിക്കുന്നത്. ഇതേ സമയം തന്നെ ബീബിഡോങ് അവനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അവന്റെ തന്നെ മാർഷൽ സോൾ ആയിട്ടുള്ള ജീവിയെ സ്വന്തം കൈയാൽ ബീബിഡോങ് ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവൻ അധികം ഹാപ്പി ആകുന്നില്ല. ബീബിഡോങ് അപ്പോൾ പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാത്തത്? ഇത് നിന്റെ മാർഷൽ സോൾ അല്ലേ? നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ യൂസ്ലെസ് ആയിട്ടുള്ള മാർഷൽ സോൾ ഇല്ല, സോൾ മാസ്റ്റേഴ്സേ ഉള്ളൂ എന്ന്. യൂഷി അപ്പോൾ വിഷമത്തോടെ പറഞ്ഞത് മറ്റൊന്നുമല്ല, എനിക്ക് ഇപ്പോഴും ലെവൽ 29 കടക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്നാൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് ബീബിഡോങ് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോണ്ടിനെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് നീ തന്നെയാണ്. നീ കൾട്ടിവേഷനിലൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മാർഷൽ സോൾ റിസർച്ചിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. നിന്റെ അത്രയും നോളജ് ഇവിടെ ആർക്കുമില്ല. അത് കേട്ട് അവന് ആശ്വാസമാകുന്നുണ്ട്. ബീബിഡോങ് ആകട്ടെ അവനെ വിശ്വസിച്ചില്ലെങ്കിലും അവളുടെ കഴിവിലെങ്കിലും വിശ്വസിക്കാൻ പറയുന്നു. അതിനുശേഷം അവർ ടീ കുടിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കൽ എന്ന വണ്ണമാണ് യൂഷിക്കും അവൾ ടീ ഓഫർ ചെയ്തത്. അതെല്ലാം ഓർത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും യൂഷി പറയുന്നത് അവളുടെ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയാനാണ്. എന്നാൽ ബീബിഡോങ് ദേഷ്യത്തോടെ പറയുകയാണ്, എന്തായാലും പ്രശ്നമുണ്ടായില്ലേ, ഇനി നമുക്കത് ഒന്നുകൂടി വഷളാക്കാം. അതിനുശേഷം വോവിനെ പിടിക്കാൻ വേണ്ടി കുറെ ആളുകളെ വിടുവാൻ ഉത്തരവിടുന്നു. കൂടാതെ യൂഷിയോട് അവിടുന്ന് പോകാനും പറയുന്നു. യൂഷി അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തികളുടെ ഫലം നീ അനുഭവിക്കുമെന്ന്. ശേഷം ബീബിഡോങ് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിടുന്നു. പക്ഷേ ക്രിസന്തുവിനോട് പ്രത്യേകം പറയുന്നുണ്ട്, യൂഷി പറഞ്ഞതിലും കാര്യമുണ്ട്, നിങ്ങൾ വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അവരെല്ലാവരും പോയി കഴിയുമ്പോൾ അവൾ ശരിക്കും പൊട്ടിക്കരയുന്നുണ്ട്. യൂഷിയെ ബീബിഡോങ് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ബന്ധത്തിന് എന്താണ് പറ്റിയത്? ഇതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാകും. പിന്നെ കാണിക്കുന്നത് സോൾ റിംഗ് കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോവിനെയാണ്. എർമിങ് അപ്പോൾ മാർഷൽ സോൾഹാർഡിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഡാമിങ് അപ്പോൾ പറയുകയാണ്, അതൊക്കെ വിട്ടുകളയൂ, വൂ നമ്മുടെ അടുത്തുള്ളിടത്തോളം കാലം വൂവിനെ ആരും തൊടാൻ പോകുന്നില്ല. അപ്പോഴേക്കും വൂ കഷ്ടതകൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നു. എർമിങ് അത് കണ്ട് ആകുലപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതെന്ന് ഡാമിങ് പറയുന്നു. കഴിഞ്ഞ ദിവസം ആ കുറുക്കൻ കുഞ്ഞിനെ ഹീൽ ചെയ്യാൻ വേണ്ടി അവളുടെ ഒരുപാട് സോൾ പവർ യൂസ് ചെയ്തിരുന്നല്ലോ, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അവൾക്ക് ഇപ്പോൾ ഒട്ടും തന്നെ സോൾ പവർ ഇല്ല. അതുകൊണ്ട് തന്നെ സോൾ റിംഗ് കൺവേർഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കുമോ എന്ന് പോലും അവർ സംശയിക്കുന്നു. അവർക്ക് പോലും വൂവിനെ സഹായിക്കാനാകില്ല. അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനാകില്ല. അവൾ സ്വയം ഇതിനെയെല്ലാം അതിജീവിക്കണം. ടാങ്സാനും മനസ്സിലാകുന്നുണ്ട് വൂ ഇപ്പോൾ കടുത്ത വേദനയിലാണെന്ന്. ടാങ്സാൻ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റിലൂടെ വൂവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നീ ഇപ്പോൾ സോൾ റിംഗ് കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. തീർച്ചയായും മുമ്പത്തെ പോലെ തന്നെ നീ ഇതിലും വിജയിക്കും. മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല അവന്റെ ശക്തി കൂടി വൂവിന് വേണ്ടി പ്രയോഗിക്കുന്നുണ്ട്. വൂ ആകട്ടെ ഇതെല്ലാം മനസ്സിലാക്കി എന്ന പോലെ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൂലിയനെ കാണിക്കുന്നു. ടാങ്സാന്റെ മത്സരങ്ങളും അതോടൊപ്പം തന്നെ ടാങ്സാൻ പറഞ്ഞ ഈ ലോകത്ത് വീക്ക് ആയിട്ടുള്ളവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ വാക്കുകളുമാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുകയും നെതർലാൻഡ് ഷോട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ടാങ്സാന്റെ ഫാദർ പറഞ്ഞതുപോലെ അത് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റ് ആയി പോകും. ഇതേ സമയം തന്നെ ഹുലീനയുടെ മുറിയിൽ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ ടാങ്സാനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. അവന്റെ സ്കില്ലുകളെ കുറിച്ചും അവന്റെ വിജയങ്ങളെ കുറിച്ചും ഓരോ മാച്ചുകളെ കുറിച്ച് പോലും. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ടാങ്സാന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ടാങ്സാൻ ആകട്ടെ പുറത്ത് അനക്കം കേട്ട് പെട്ടെന്ന് ഹാമറുമായിട്ട് അവളെ അടിക്കാൻ വരുന്നു. ഹുലീന ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ഗസ്റ്റുകളെ നീ സ്വീകരിക്കുന്നത്? ടാങ്സാൻ ആകട്ടെ അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറയുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഇവിടം വിട്ടു പോകുന്നതാണ് നല്ലത്. ഹുലീന അപ്പോൾ ചോദിക്കുകയാണ്, ഹോത്തിയാൻ സെക്ട് വർഷങ്ങളായിട്ട് ഏകാന്തതയിലായിരുന്നു. പെട്ടെന്ന് എന്തിനാണ് ഒരു സ്റ്റുഡന്റ് ഡീമൺ ഡൊമൈൻ ആർജിക്കാൻ വേണ്ടി നെതർവേൾഡ് സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്? എന്നാൽ നെതർവേൾഡിൽ നിന്ന് ഡീമൺ ഡൊമൈൻ ആണ് ആർജിക്കാൻ പോകുന്നതെന്ന് ടാങ്സാന് അറിയില്ലായിരുന്നു. ഒരു ശക്തി ആർജിക്കാൻ
വേണ്ടിയാണ് നെതർ വേൾഡ് സിറ്റിയിലേക്ക് തന്റെ ഫാദർ വിട്ടിരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ അതിന്റെ പേരറിയില്ലായിരുന്നു. അവന് അതിനെപ്പറ്റി അറിയില്ല എന്ന് മനസ്സിലാക്കി ഹുലീന അത് മുതലെടുക്കുകയാണ്. അവൾ പറയുകയാണ്, നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലേ, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒരു രഹസ്യത്തിന് പകരം മറ്റൊരു രഹസ്യം എക്സ്ചേഞ്ച് ആയിട്ട് തരേണ്ടി വരും. അതും പറഞ്ഞുകൊണ്ട് അവന്റെ മുഖംമൂടി മാറ്റാൻ ഒരുങ്ങുന്നു. എന്നാൽ ടാങ്സാൻ അതിന് സമ്മതിക്കുന്നില്ല. ടാങ്സാൻ പറയുകയാണ്, നമ്മുടെ രണ്ടുപേരുടെയും 100ാമത്തെ മത്സരം അവസാനിക്കാൻ പോകുന്നത് ഒരേ ദിവസമായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരുമിച്ചായിരിക്കും നരകത്തിന്റെ പാത മുറിച്ചു കടക്കാൻ പോകുന്നത്. അവിടെ വെച്ച് സോൾ സ്കില്ലൊക്കെ ഉപയോഗിക്കാനാകും. പക്ഷെ അത് മുറിച്ചു കടക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നീ എന്റെ സഹായം പ്രതീക്ഷിക്കുന്നു അല്ലെ? ഹുലീനയാകട്ടെ എന്നിട്ടും ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. ഡീമൺ ഡൊമൈനെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നരകത്തിന്റെ പാത മുറിച്ചു കടക്കുന്നവർക്ക് റിവാർഡ് ആയിട്ടാണ് ഡീമൺ ഡൊമൈൻ കിട്ടുന്നത്. ഇതുവഴി നമ്മുടെ സോൾ സ്കില്ല് ഒരുപാട് വർദ്ധിക്കും. അതുമാത്രമല്ല ഇത് വളരെ റയർ ആയിട്ടുള്ള മാർഷൽ സോൾ സ്കില്ലാണ്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മാർഷൽ സോൾ സ്കില്ല് കൂടി കിട്ടുന്നു. അങ്ങനെ അതിന്റെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഫാദർ തന്നെ അങ്ങോട്ട് വിട്ടതെന്ന് ടാങ്സാന് മനസ്സിലാകുന്നു. ഇതുവഴി തന്റെ ശക്തി ഒരുപാട് വർദ്ധിക്കാനും എതിരാളികളുടെ ശക്തി അടിച്ചമർത്താനും സാധിക്കും. അതെല്ലാം പറഞ്ഞതിന് ശേഷം ഹുലീന പറയുകയാണ്, എന്റെ സത്യസന്ധത ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇനി നിന്റെ ഊഴമാണ്. അത് കേട്ട് ടാങ്സാൻ ചെയ്തത് വേറൊന്നുമല്ല, അവൾ കുടിച്ചുകൊണ്ടിരുന്ന നെതർലാൻഡ് ഷോട്ടിന്റെ കപ്പ് താഴെ ഇടുന്നു. എന്നിട്ട് ഇതാണ് എന്റെ ഉത്തരം എന്ന് പറയുന്നു. അത് കണ്ടപ്പോൾ ഹുലീനയുടെ മുഖത്ത് ദേഷ്യം കലർന്ന ഒരു ഭാവമായിരുന്നു. ഇതേ സമയം തന്നെ നെതർ വേൾഡ് കിങ്ങിന്റെ കൂടെയുള്ള സ്ത്രീ നെതർ വേൾഡ് കിങ്ങിനോട് പറയുകയാണ്, ഓരോ വ്യക്തിയും ഹെല്ലിന്റെ പാത മുറിച്ചു കടക്കുമ്പോൾ അത് അങ്ങയെയും ഒരുപാട് വീക്കാക്കും. അങ്ങയുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നത് 100ാമത്തെ മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നതിന് മുമ്പ് അവരെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അത് കേട്ട് ദേഷ്യത്തോടെ ഡീമൺ കിങ് അയാളുടെ ശക്തി ഉപയോഗിച്ച് ആ സ്ത്രീയെ തെറിപ്പിച്ച് കളയുന്നു. അപ്പോൾ കരഞ്ഞ് കാല് പിടിച്ച ആ സ്ത്രീ പറയുന്നുണ്ട്, അങ്ങയെക്കുറിച്ചും നെതർ വേൾഡ് സിറ്റിയെ കുറിച്ചും ആകുലപ്പെട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. നെതർ വേൾഡ് കിങ് അപ്പോൾ പറയുകയാണ്, അവരങ്ങനെ മരിക്കുകയാണെങ്കിൽ നെതർ വേൾഡ് സിറ്റി തന്നെ ഇല്ലാതാകും. നീ അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെതർ വേൾഡ് സിറ്റി നശിപ്പിക്കാനുള്ള കഴിവ് അവർക്കൊന്നുമില്ല. അങ്ങനെ സാധിക്കാവുന്ന 2 പേർ മാത്രമേ ഉള്ളൂ, ബിബി ഡോങ്ങും ടാങ്സാന്റെ ഫാദറും. അവരുടെ പേരുകൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടാങ്സാന്റെ ഫാദർ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. നെതർ വേൾഡ് കിങ് അതിനുശേഷം ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, അവർക്ക് നരകത്തിന്റെ പാത മുറിച്ച് കടക്കാനും കടക്കാതിരിക്കാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി അവർ തന്നെയായിരിക്കും. പിന്നെ കാണിക്കുന്നത് ബിബി ഡോങ് ഗെങ്ഷിൻ സിറ്റിയുടെ ചാർജ് മൈൽസ് എന്ന വ്യക്തിയെ ഏൽപ്പിക്കുന്നതാണ്. വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറെ കൊല്ലപ്പണിക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഉത്തരവാദിത്തം മൈൽസിനെ ഏൽപ്പിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മൈൽസ് മാർഷൽ സോൾ ഹാളിന്റെ കുറച്ച് ആളുകളുമായിട്ട് ആ സിറ്റിയിൽ എത്തുന്നതാണ്. ശരിക്കും ഒരു പൊട്ടന്റെ പോലെ തന്നെയാണ് മൈൽസ് പെരുമാറുന്നത്. കണ്ണിൽ കണ്ടവരെ എല്ലാം വഴി മാറണ്ട എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറ്റുന്നവരുടെ ഇടയ്ക്ക് ടാങ്സാന്റെ ഫാദറും ഉണ്ടായിരുന്നു. പക്ഷേ ടാങ്സാന്റെ ഫാദർ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റുന്നില്ല. എങ്കിലും അല്പം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ മാറിപ്പോയി അവരെ നിരീക്ഷിക്കുന്നു. കൊല്ലപ്പണിക്കാരുടെ ഗിൽഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലവ് ഗോ എന്ന വ്യക്തിയാണ് അവർ ചെന്ന് കാണുന്നത്. അവർ കൊണ്ടുവന്ന പെട്ടി നിറയെ പ്രത്യേക തരം ഗോൾഡ് ആയിരുന്നു. അവർ വരുന്നതിന് മുമ്പ് അവിടെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടന്നതാണ്. മാർഷൽ സോൾ ഹാളിലെ ആളുകളെ കണ്ടപ്പോൾ മറ്റുള്ളവർ അവിടുന്ന് ഓടിപ്പോയതാണ്. ലവ് ഗോയാകട്ടെ ആ സ്വർണം കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ അതെല്ലാം അയാളുടെ അഭിനയമായിരുന്നു. അയാൾ അവസാനം പറയുകയാണ്, ഇതെനിക്ക് സ്വീകരിക്കാനാകില്ല, എടുത്തുകൊണ്ട് പൊക്കോളൂ. അത് കേട്ട് കഴിയുമ്പോൾ മൈൽസ് കൗശലം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ മാർഷൽ സോൾ ഹാളിന്റെ കൂടെ ചേരുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി പറയുകയാണ്, ഇവൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു വാഗ്ദാനമാണ് ഒരു ട്രൈബിന് ഇവൻ നൽകിയത്. അത് നിരസിച്ചതിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാമോ? പക്ഷെ കൂടുതലായിട്ട് അവനെ കൊണ്ട് പറയാൻ മൈൽസ് അനുവദിച്ചില്ല. മൈൽസ് പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ ഓർക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളിപ്പോൾ മാർഷൽ സോൾ ഹാളിന്റെ കൂടെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം കിട്ടുമെന്ന് മാത്രമല്ല, വലിയ സോൾ മാസ്റ്റേഴ്സിന്റെ വിലയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം കുറച്ച് മാറി നിന്ന് ടാങ്സാന്റെ ഫാദർ നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും ലവ് ഗുവോ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ മൈൽസ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും. അതും പറഞ്ഞ് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ട്രൈബ് ഓഫ് സ്ട്രെങ്ത്തിന്റെ ചീഫ് ആയിട്ടുള്ള തായ്താൻ എന്ന വ്യക്തി മൈൽസിനെയും മറ്റുള്ളവരെയും ആക്രമിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. അയാൾ അയാളുടെ ശക്തി വെറുതെ കാണിച്ചുള്ളൂ. ഗൊറില്ലയുടെ ശക്തിയായിരുന്നു അയാൾക്കുണ്ടായത്. അത് കാണിച്ചപ്പോൾ തന്നെ ആ ഒരു ശക്തിയാൽ മൈൽസും മറ്റുള്ളവരും തെറിച്ചു പോയി വീണിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ശക്തി പ്രയോഗിക്കുന്ന സമയത്ത് ടാങ്സാന്റെ ഫാദറും അയാളുടെ ശക്തി പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം തെറിച്ചു പോയി വീണ മൈൽസ് എഴുന്നേറ്റിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആണല്ലേ, ഞങ്ങളിപ്പോൾ പോവുകയാണ്. പക്ഷേ നടന്ന കാര്യം
കാര്യം ഇതേപോലെ തന്നെ മാർഷൽ സോൾഹാളിന് റിപ്പോർട്ട് ചെയ്യും. ഉടനെ തന്നെ ഞങ്ങൾ തിരികെ വരും. അതിനുശേഷം അവർ പോയി കഴിയുമ്പോൾ തായ്ത്തിയാന്റെ ശക്തി കണ്ട് എല്ലാവരും അയാളെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ തായ്ത്തിയാൻ പറയുകയാണ്, എന്റെ ശക്തി മാത്രമല്ല ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്, എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു ഓറ കൂടി എനിക്ക് അവിടെ ഫീൽ ചെയ്യാൻ സാധിച്ചു, എന്റെ മാസ്റ്ററിന്റെ ശക്തി. അത് കേട്ട് അയാളുടെ മകൻ പറയുന്നുണ്ട്, അച്ഛന് അത് തോന്നിയതായിരിക്കും, മാസ്റ്റർ വർഷങ്ങളായിട്ട് മിസ്സിംഗ് അല്ലേ. പുറത്തിറങ്ങിയ മൈൽസ് ആകട്ടെ മറ്റുള്ളവരോട് പറയുകയാണ്, ഇവർ ഈ ചെയ്തതിനൊക്കെ തീർച്ചയായും ഞാൻ ഉത്തരം പറയിപ്പിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് കാറ്റടിച്ച് അവിടെ പൊടി കൊണ്ട് നിറയുകയാണ്. അല്പനേരത്തേക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. പൊടിയെല്ലാം പോയി കഴിയുമ്പോൾ അവരുടെ പെട്ടിയിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മിസ്സിംഗ് ആയിരുന്നു. ദേഷ്യത്തോടെ മൈൽസ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.